സോ അതിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന ഗെയിം നിങ്ങൾക്ക് ഇതിപ്പം ഈ ഇൻട്രോ കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണും മൈൻക്രാഫ്റ്റാണ്. ഓക്കെ, മൈൻക്രാഫ്റ്റിൽ സർവൈവലും അല്ല ക്രിയേറ്റിവിറ്റിയും അല്ല സർവൈവൽ തന്നെ. എന്നാൽ ഇത് പീക്ക്ഫുള്ളല്ല, ഈസി അല്ല, നോർമലും അല്ല. പീസ്ഫുള്ളല്ല, ഈസി അല്ല, നോർമലും അല്ല. നമ്മളിന്ന് കളിക്കാൻ പോകുന്ന ഹാർഡിലാണ്. അതും ഹാർഡ് കോർ നിങ്ങൾക്ക് അറിയായിരിക്കും. ചത്താൽ പിന്നെ റീസ്പോൺ ഇല്ല. ഈ ഹാർഡ് കോർ വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ ഗെയിം കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെന്ന് നോക്കുന്നത്. ഈ ഒരു എപ്പിസോഡിൽ കംപ്ലീറ്റ് ആക്കാൻ പറ്റൂലായിരിക്കും, കുറേ എപ്പിസോഡ് വേണമായിരിക്കും. ഗൈസ്, നമ്മളെ വേൾഡിനൊരു പേര് കൊടുക്കണം. എന്തിരുന്ന് കൊടുക്കും ഇല്ലേ? അയ്യോ ഗൈസ്, അതൊന്ന് ബാക്കായിപ്പോയി. അത് കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ പേരെന്തെന്ന് വെച്ചാൽ യു ഗൈസ് പ്ലീസ് ലൈക്ക് ആൻഡ് സബ്. ഇതിൽ എഴുതിയിരിക്കുന്ന പോലെ ചെയ്തില്ലെങ്കിലാണ് എൻ്റെ കോണം അറിയാമല്ലോ. ഞാൻ നിങ്ങളൊന്നും ചെയ്യൂല. ഓക്കെ, അതെന്തൊരു ഞാൻ ഓണാക്കിയെന്ന് നിങ്ങൾ ഇനി കമൻറ്റിൽ ചോദിക്കില്ല, ഞാൻ പറഞ്ഞുതരാം. ഷോ ഡേയ്സാണ്. സൈഡിൽ ഡേയും പിന്നെ ഡിസ്പ്ലേയിൽ കറൻറ്റ് പൊസിഷനുമാണ് അതിൽ കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി ഇത് ലോഡിംഗ് ആയിട്ട് പറയാം. നല്ലൊരു സീഡ് തന്നെ കിട്ടിയിരുന്നെങ്കിൽ നന്നായാണ്. നല്ല ഒരു സ്ഥലം അല്ലേ ഗൈസ്? അങ്ങനെ ഞാൻ വന്നിട്ടുണ്ട്. എൻ്റെ കണ്ണുകളിലായിട്ട് തന്നെ നോക്കൂ, ഞാൻ താണ്ട വന്നിട്ടുണ്ട്. ഇനി ക്രീപ്പറൊന്നും പൊട്ടിത്തെറിക്കല്ലേ. ഞാൻ അതുകൊണ്ട് ഇത് മാറ്റാം. തിരുപ്പി. ഓക്കെ, നമ്മൾ ഏതോ ഒരു സ്ഥലത്ത് സ്പോണായിട്ടുണ്ട്. ഇവിടെ എന്തെങ്കിലും ഒരു നല്ല സ്ട്രക്ചർ കണ്ടിരുന്നെങ്കിൽ. എനിക്ക് ഏതെങ്കിലും ഒരു കേവിൽ പോകണം മൈൻ ചെയ്യാൻ. ഓക്കെ, ഇനി നമുക്ക് എല്ലാവരും ചെയ്യുന്ന പോലെ വുഡ് ഫസ്റ്റ് ക്രാഫ്റ്റ് ചെയ്യാം. പിന്നെ ഹാർഡ് കോർ കളിക്കുന്നവർക്ക് വേണ്ടി ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ എളുപ്പം തീർക്കണം. നോക്കി നമ്മൾ ഫസ്റ്റ് 3 വുഡ് പൊട്ടിച്ചിട്ട് നേരെ അങ്ങനെ ഇതിൽ വന്ന് ഞാൻ പറഞ്ഞത് ഹാർഡ് കോർ കളിക്കണമെങ്കിൽ ആദ്യം 3 വുഡ് എടുത്തിട്ട് ഇതൊക്കെ ഉണ്ടാക്കണം. എനിക്കും തെറ്റിയ 3 വുഡ് എടുത്തിട്ട് എത്ര 12 ഓക്ക് പ്ലാങ്ക് ഉണ്ടാക്കണം. ഓക്കല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്ലാങ്ക് ആയാലും മതി. എന്നിട്ട് അതിൽ നിന്ന് ഒരു 2 അല്ലെ 3 ഓക്കെ 12 സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ട്, അയ്യോ 12 വേണ്ടിയിരുന്നു, 6 സ്റ്റിക്ക് മതിയായിരുന്നു. വേണ്ട. എന്നിട്ടൊരു ക്രാഫ്റ്റിംഗ് ടേബിളും വെച്ചിട്ട് ഇനി നമുക്ക് ഒരു മരവും കൂടെ മുറിക്കണം. അറിയാതെ ഞാൻ 12 ആക്കിപ്പോയി. എന്നിട്ട് വീണ്ടും ആ 2 ഒരു സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ട് ബാക്കി 4 ചെയ്തിട്ട് ക്രാഫ്റ്റിംഗ് ടേബിൾ നേരെ വെച്ചിട്ട് എല്ലാവരും ചെയ്യണ പോലെ പിക്കാക്സും വാളും ഒന്നും ഉണ്ടാക്കാൻ നിൽക്കാതെ ഒരു പിക്കാക്സ് മാത്രം ഉണ്ടാക്കണം. എന്നിട്ട് നേരെ താഴോട്ട് കുഴിച്ച് പോകണം. ഇന്നില്ലേ, ഈ കോബിൾ സ്റ്റോൺ എത്തുമ്പോൾ നിങ്ങളിവിടെ നിർത്തണം. ഓക്കെ, ഇപ്പം 4 ഇല്ലേ? ഓക്കെ, കോബിൾ സ്റ്റോണിൻ്റെ ലെവൽ എത്തുമ്പോൾ നിർത്തിയിട്ട് നേരെ ഇങ്ങോട്ട് ഇങ്ങനെ കുഴിക്കണം. അങ്ങനെ കുഴിച്ച് ഒരു 6 ബ്ലോക്ക് ആകുമ്പോൾ നേരെ മണ്ടയിലോട്ട് കയറണം. മണ്ടയിലോട്ട് കയറണം. എന്നിട്ട് ക്രാഫ്റ്റിംഗ് ടേബിൾ എടുക്കണം, ഒരു പിക്കാക്സും ഉണ്ടാക്കണം. എന്നിട്ട് നേരെ ചാടി കയറി ഇവിടെ നിന്ന് മരം മുറിച്ചെടുക്കണം. എത്ര ആവശ്യമുള്ള മരം നിങ്ങൾക്ക് മുറിച്ചെടുക്കാം. ഞാൻ ഇപ്പം മുറിച്ചതിൻ്റെ കൂടെ ഒരു മരവും കൂടെ മുറിച്ചിടാൻ പോകുന്നത്. ഓക്കെ, എന്നിട്ട് പിന്നെ ഞാൻ മുറിച്ചോട്ടെ. ഓക്കെ, ഇത്ര തന്നെ. എന്നിട്ട് നേരെ ക്രാഫ്റ്റിംഗ് ബെഞ്ചിലോട്ട് പോയിട്ട് അതിൽ നിന്ന് പ്ലാങ്ക് ഉണ്ടാക്കണം. എന്നിട്ട് അതിൽ നിന്ന് സ്റ്റിക്ക് ഉണ്ടാക്കണം. എത്ര ഒരു 30 സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ട് ഇവിടെ എന്തെങ്കിലും പറന്നുപോയി. വീണ്ടും നമ്മൾ നേരത്തെ കുഴിച്ച സ്ഥലത്തു നിന്ന് താഴോട്ട് ഇങ്ങനെ പോയി ഇവിടെ എത്തുമ്പം നിർത്തിയിട്ട്
വീണ്ടും കോബിൾ സ്റ്റോൺ പൊട്ടിച്ചുകൊണ്ടിരിക്കണം. ഓക്കെ, കോബിൾ സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ അത് ഉണ്ടാക്കണമെങ്കിൽ ലാവയും വേണം, ഒരു ബക്കറ്റ് ലാവയും വേണം, ഒരു ബക്കറ്റ് വാട്ടറും വേണം. അതെൻ്റെ കയ്യിൽ ഇപ്പം ഇല്ല. അല്ലെങ്കിൽ എപ്പോഴേ കോബിൾ സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കാൻ പറ്റും. ഹാർഡ് കോർ അല്ലേ സീരീസ്, നമ്മളിതൊക്കെ ചെയ്തിട്ടുള്ളത് തന്നെ. എൻ്റെ മാക്സിമം ഡേയ്സ് 32 ദിവസമാണ് ഞാൻ ഹാർഡ് കോറിൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇത്ര മതിയായിരിക്കും നമുക്ക് തൽക്കാലത്തേക്ക്. ഓക്കെ, ഇനി തിരിച്ച് മണ്ടയിലോട്ട് കയറട്ടെ. ഓക്കെ ഗൈസ്, ഞാനങ്ങനെ കയറിയിട്ടുണ്ട്. എന്നിട്ട് വേണ്ട ഇവിടെ പോയിട്ട് ഇതുണ്ടാക്കണം. ആ വാള്, പിന്നെ ഒരു സ്പിയർ ഉണ്ടാക്കണം. എന്തിനെന്ന് വെച്ചാൽ അത് നമ്മൾ ഡിസ്റ്റൻസിൽ നമുക്ക് അടിക്കാൻ പറ്റും. ഞാൻ കാണിച്ചില്ല. നല്ല നമ്മൾ ഇവിടെ നിന്നാലും ഇല്ലേ, ഇവിടെ നിൽക്കണമെന്നില്ലേ, നമ്മൾ കണ്ട ഇവിടെ നിന്നാലും കണ്ട ഇത് അതുവരെ എത്തും. പക്ഷെ നമ്മളെ വാളാണെങ്കിൽ നമ്മളെ കണ്ട അതുവരെ എത്തൂല. അതിന് വരെ ഇതായിരുന്നെങ്കിൽ കണ്ട എത്തും. അത് വേറൊരു അഡ്വാൻറ്റേജ് ആണ് ഇതിൻ്റെ. അപ്പം നമ്മളെ സോംബീസൊക്കെ നമ്മളെ പിടിക്കാൻ വരുമ്പം അവന്മാരെ നമുക്കിങ്ങനെ കുത്തി ബാക്കിലോട്ട് കൊണ്ടുപോകാം. പിന്നെ ക്രീപ്പറും വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ആക്കി ബാക്കിലോട്ട് കൊണ്ടുപോകാം. അത് വേറൊരു അഡ്വാൻറ്റേജ്. ഓക്കെ, നമുക്കിത് പൊട്ടിച്ചെടുത്തിട്ട് ഇത് പോവാം. എക്സ്പ്ലോർ ചെയ്യാനാണ് പോകുന്നത്. എക്സ്പ്ലോർ ചെയ്യുമ്പോൾ ഞാൻ ചെയ്യണത് എന്തെന്നറിയാമോ? ആദ്യം മരം മുറിച്ചിട്ട് മരത്തിൻ്റെ മണ്ടയിലേക്ക് ഇങ്ങനെ കയറും. എന്നിട്ട് മരത്തിൻ്റെ മണ്ടയിൽ നിന്നുകൊണ്ടാണ് ഞാൻ ബാക്കി ചെയ്യണത്. അതെന്തെന്നറിയാമോ? കണ്ടോ, ബ്ലോക്ക് വെച്ച് അവിടെ നിന്ന് ചാടി ബ്ലോക്ക് വെച്ച്. പക്ഷെ ഞാൻ പ്രോ അല്ലേ അല്ല 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 കണ്ട. പക്ഷെ ഇങ്ങനെ മരത്തിൻ്റെ മണ്ടയിൽ കയറുമ്പോൾ നമുക്ക് ആ ഭയത്തിലോട്ട് പോകാൻ. ഇവിടെ മറ്റേ ഈ മറ്റേ ട്രീയേ ഉള്ളൂ. ഓക്കെ, നേരെ മറ്റേ പോയിട്ട് ഷീപ്പിനെ പിടി ഗൈസ്. ഇതിൻ്റെ കാര്യം ഞാൻ മറന്നുപോയി. ഷീപ്പില്ലെങ്കിൽ ഒന്നുമില്ല. ബെഡ് ഉണ്ടാക്കാൻ പറ്റൂല, രാത്രി കിടന്ന് ഉറങ്ങാനും പറ്റൂല. അടി തീർന്നു. ഓക്കെ, ഇത് ഷീപ്പിനെയാണ് നമ്മൾ അടുത്ത ഒരു ഗോളെന്ന് പറയുന്നത്. ഷീപ്പ്, ഫൈൻഡ് ദ ഷീപ്പാണ്. ഇവിടെ ഷീപ്പൊക്കെ ഉണ്ടാവുന്നുണ്ട്. അയ്യോ, ഞാൻ എന്തിനൊക്കെ ചവറ് ഇവിടെയാണ്. ഈ മൈൻക്രാഫ്റ്റിൽ അവർ കൊണ്ടുവന്ന ഏറ്റവും വേർസ്റ്റസ്റ്റ് പാർട്ടാണ് കണ്ട ഈ സാധനം ഭയങ്കര അഴുക്കമാണ്. ഒരു ഉപകാരമില്ല. ഇത് എന്തിനുണ്ടാക്കാൻ പറ്റുമോ? അത് അവർ റിയലിസ്റ്റിക്കിന് വേണ്ടി കൊണ്ടുവന്നെങ്കിലാണ്. പക്ഷെ അതിപ്പം മിക്ക പേർക്കും അത് അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല. എന്ന് വെച്ചാൽ നമ്മളൊരു ചുമ്മാ അടിക്കണം. ഇപ്പം നമ്മളെ ഇൻവെർട്ടറിൽ ഒരു സ്പേസേ കാണുള്ളൂ. നമ്മളതിന് എനിക്ക് പറഞ്ഞുകൊണ്ടിരിക്കാൻ സമയമില്ല. അങ്ങനെ ചെയ്യട്ടെ. പോയി ഫുഡ് കാണാം. ആ മക്കൾ എന്ത് ചെയ്യണം? പിഗ് കുട്ടാ, എൻ്റെ മലയാളം ഞാൻ വിളിക്കണില്ല. ഇവിടെ ഷീപ്പാണല്ലോ കൈസ്. കണ്ട ഇത് കണ്ട, ഇവിടെ മറ്റേ ഇതുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവിടെ എവിടെയോ വില്ലേജ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അങ്ങോട്ടാണോ വില്ലേജ്, എങ്ങോട്ടാണെന്ന് എനിക്ക് അറിഞ്ഞില്ല. നമുക്ക് ഇവിടെ തീർക്കാം. ഫുഡാണ് നമുക്ക് മെയിൻ ആവശ്യം. നമുക്ക് തൽക്കാലത്തേക്ക് വന്ന് അങ്ങോട്ട് പോയി നോക്കിയാലേ. ഇവിടെ വില്ലേജ് എവിടെ ഉണ്ടാകുന്നതാണ്. ആ ഷീപ്പ് കിട്ടി. 2 ഷീപ്പ് കിട്ടി ഗൈസ്. ഓക്കെ, എന്നിട്ട് നേരെ ക്രാഫ്റ്റിംഗ് ടേബിൾ എടുക്കാം. സ്പീഡ്. ഓക്കെ, ബെഡ് ഉണ്ടാക്കണം. നേരെ ക്രാഫ്റ്റിംഗ് ടേബിൾ മുറിച്ച് കയ്യിലെടുക്കണം. നേരെ ഓടാം. നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഓക്കെ ഗൈസ്, ഒരു സ്ട്രക്ചർ പോലും ഇവിടെ കാണാനില്ല ഗൈസ്. ഇല്ല, എന്തെങ്കിലും ഗൈസ്, ഇത്ര നേരം കിടന്ന് കറങ്ങിയിട്ട് ഒരു സ്ട്രക്ചർ പോലും എനിക്ക് കണ്ടില്ല. ഇപ്പോൾ ഒരു ദിവസമായി സൈഡിൽ പ്ലേഡിൽ നോക്കിയാൽ നിങ്ങൾ കാണുമായിരിക്കും. സൈഡിലൊക്കെ ഡിസ്പ്ലേയിൽ ഒരു സ്ട്രക്ചറോ വില്ലേജോ ഒന്നും കണ്ടില്ല. അതുകൊണ്ട് നമ്മൾ കേവ് തന്നെ മൈനിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് കേവ് മൈനിങ്ങിലോട്ട് പോണ്. ഓക്കെ, അയ്യോ, ഇത് കേവല്ലേ, സോറി. ബണ്ണിൽ കണ്ടപ്പോൾ കേവായിട്ടാണ് ഗൈസ് തോന്നിയത്. വേറെ ഏതെങ്കിലും കേവ് ഉണ്ടെങ്കിൽ ഞാൻ കണ്ടുപിടിച്ചിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പം തന്നെ കുറേ സമയമായി ഞാൻ ഇങ്ങനെ
അലയാൻ തുടങ്ങിയിട്ട്. ഓക്കെ ഗൈസ്, കണ്ട് ഇവിടെ ഒരു ക്യാബ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് പോണത് ശരിയാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എല്ലാ ദൈവങ്ങളെയും മനസ്സിൽ ധ്യാനിച്ചു കൊണ്ട് ഞാൻ ഇറങ്ങുന്നു. ഇത് ക്യാബാണോ എന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ ഡിസ്പ്ലേൻ്റെ ബ്രൈറ്റ്നെസ് ഞാൻ ഒന്ന് കൂട്ടി വിടട്ടെ ഗൈസ്. ഇത് ക്യാബല്ല, വേറെ ഏതൊരു കാക്കക്കൂടാണ്. ഓക്കെ, ഇവിടെ ജസ്റ്റ് ഒരു വെള്ളം മാത്രമേ ഉള്ളൂ. പിന്നെ അങ്ങനെ വെളിയിലോട്ട് ഇറങ്ങി. ഇവിടെയാണെങ്കിൽ ഒരു കുന്തോ ഇല്ല. ഇപ്പം എൻ്റെ ഡിസ്പ്ലേൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടിയിട്ടപ്പോൾ നല്ല കാണാൻ കൊള്ളാം അല്ലേ ഗൈസ്? ഞാൻ ഒന്നും കൂടെ സ്ട്രക്ചർ വല്ലതും ഉണ്ടാകുന്ന നോക്കിയിട്ട് ഇതാ വരുന്നത് ഗൈസ്. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് മൈനിങ് തുടങ്ങാം ഗൈസ്. അതല്ലേ നല്ലത്. മൈനിങ്ങാണ് നല്ലത്. സ്ട്രക്ചറിനകത്ത് പോണത് പറ്റണ കാര്യമല്ല. അതാണ് എൻ്റെ ഇവിടെ നിന്നൊരു കോൾ എടുക്കാം. ഞാൻ വിളിക്കാതെ വലിയൊക്കെയായിരുന്നു. ഓക്കെ, ഇവിടെ ഒന്നുമില്ല ഗൈസ്. ഫുഡും ഇല്ല, തേങ്ങയും ഇല്ല, ഒരു മാങ്ങ ഇല്ല. ഇവിടെയൊക്കെ എന്തിനാണ് ഏതൊരു അഴുക്ക കൂറുന്ന സ്ഥലത്താണ് ഞാൻ പോണായത്. ക്രാഫ്റ്റിംഗ് ബെഞ്ച് ഇവിടെ, ക്രാഫ്റ്റിംഗ് ബെഞ്ച്. ബോട്ട് ഉണ്ടാക്കണത് ഗൈസ്. അല്ലേ വേണ്ട, ലൈറ്റ് ഉണ്ടാക്കാം. ബോട്ടൊക്കെ പിന്നെ ഉണ്ടാക്കാം. വേണ്ട, ബോട്ട് വേണ്ട. നീന്തിപ്പോ ഞാൻ അപ്പുറത്തൊന്ന് കുറച്ചും കൂടെ എക്സ്പ്ലോർ ചെയ്തിട്ട് ബാക്കി നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. നമ്മൾ കണ്ട മൈനിങ് തുടങ്ങാം എന്ന് വിചാരിച്ചു. കണ്ട ഇതിൻ്റെ അവിടെ നിന്ന് ഞാൻ കുഴിച്ചു വന്നു. അത് ഞാൻ വീഡിയോ എടുത്തോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ നോക്കിയപ്പോൾ ഇത് ഓഫ് ചെയ്തു. കണ്ട 10 ബ്ലോക്ക് താഴോട്ട് വന്നപ്പം തന്നെ നമുക്ക് കണ്ട ഇവിടെ നിന്ന് കോളൊക്കെ കിട്ടി. അതിന് കണ്ട നമ്മൾ കുറച്ച് ടോർച്ച് ഉണ്ടാക്കി. ടോർച്ച് കണ്ട ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ താഴോട്ട് പോകുന്നു. എന്തെങ്കിലും ഗുഹ ആണെങ്കിൽ ബാക്കി നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, ഞാൻ ഏതെങ്കിലും ഒരു കേവ് കണ്ടിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഒന്നും കണ്ടില്ലെങ്കിൽ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഞാൻ ഗ്രൈൻഡ് ചെയ്ത് ഏതെങ്കിലും കേവ് എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ അടുത്ത എപ്പിസോഡിൽ ഞാൻ നിങ്ങളെ വിളിക്കുന്നതായിരിക്കും. ഓക്കെ, ഞാനൊന്ന് താഴോട്ട് പോയി നോക്കട്ടെ. കുറച്ച് ബ്ലോക്ക് കേവ് കിട്ടിയില്ല. കേവ് കിട്ടിയില്ല. ഓക്കെ, സൂക്ഷിച്ച് പോകണം. എപ്പോഴാണ് പണി കിട്ടണമെന്ന് അറിയില്ല. പക്ഷേ എൻ്റെ ഈ ഇതിലോട്ട് എത്തിയിട്ടുണ്ട്. നമ്മളൊന്ന് ഏതെങ്കിലും ഡയമണ്ട് എന്ന് വിചാരിച്ച് കൊതിപ്പിക്കലടാ. ലാപ്പൂസിലെ സൂടി നല്ല സാധനം. നല്ലതല്ല, നല്ലതായിട്ടുള്ള സാധനം. ഓക്കെ ഗൈസ്, മറ്റേ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊന്നും ഞാൻ വലുതായിട്ടൊന്നും പ്രതീക്ഷിക്കുന്നു. ഗുഹയിലോട്ട് ഞാനെത്തി. ഡയമണ്ട് മോനെ, ഹാർഡ് കോർ സീരീസിൽ കണ്ട ഞാൻ കണ്ട എൻ്റെ മോനെ ഡയമണ്ട് എല്ലാം അവിടെ ഇരിക്കുന്നു. ഡയമണ്ട് അല്ലല്ലോ, സോറി, ഗോൾഡൊക്കെ ഇരിക്കുന്നു ഗൈസ്. സ്റ്റിക്ക് ഉണ്ടാക്കുക. ഷാൻ പിക്കാക്സ് വേണോ അതൊക്കെ പൊട്ടിച്ചെടുക്കാൻ? താഴെ പോവല് ഭഗവാനെ, താഴെ പോവല്. ഓക്കെ, താഴെ പോയില്ല. പോയതില്ല. നിങ്ങൾക്ക് എന്തിനെന്നെ എന്നോട് നിങ്ങൾക്ക് ലവാണോ? കണ്ട ക്രീപ്പറെല്ലാം നിൽക്കുന്നു ഗൈസ്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഇത് താഴോട്ട് ഇറങ്ങാം. ഈ എപ്പിസോഡ് ഗൈസ് ഇത്രയേ ഉള്ളൂ. ഗൈസ് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഇതിൻ്റെ താഴോട്ടോട്ട് ഇറങ്ങാം. ഓക്കെ, ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. ബൈ ഗൈസ്.